ഇന്നൊരു പർച്ചേസിങ്ങിന് പോകുന്നതാട്ടോ നോക്കുന്നത്. നോർമൽ പർച്ചേസിംഗ് അല്ല, കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൽ അല്ലെങ്കിൽ ഡൈവിംഗ് ഫീൽഡിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ പർച്ചേസിങ്ങിൻ്റെ ഒരു കാറ്റഗറിയൊക്കെ മാറിപ്പോയി. ടൂൾസ്, അങ്ങനെയുള്ള മാരക ആയുധ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഭയങ്കര വണ്ടടിച്ചു കേട്ടോ. എനിക്ക് ലൈക്ക് നമ്മൾ പല ഷോപ്പുകളും പോയിട്ടുണ്ട്, എല്ലാം ഈ ഒരു ഷോറൂമിൽ തന്നെ ഭയങ്കര വലുതാണ്. അതിൽ അവിടെ ഇല്ലാത്തതല്ല, അതായത് ടൂൾ ഐറ്റംസ് എല്ലാം. ഇതെൻ്റെ ഫേവറേറ്റ് ടൂൾ ബോക്സ് ആട്ടോ, എൻ്റെ കണ്ണിലുണ്ട്, എനിക്കത് വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ എലൻ കീസൊക്കെ ആണെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ കയ്യിൻ്റെയും കാലിൻ്റെയും വലിപ്പമുള്ളതൊക്കെ. അങ്ങനെ കുറേ സംഭവങ്ങൾ, കംപ്രസറുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ആ ഭാഗത്ത്. പിന്നെ ഇത് ഈ നാട്ടിൽ അരി പഠിപ്പിക്കുന്ന യന്ത്രം തോന്നുന്നുണ്ട്, എനിക്കറിയില്ല അതെന്താണെന്ന്. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നമ്മൾ ഹെൽമെറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അതിൻ്റെ കുറച്ച് ഗമ്മ് ഓറഞ്ച് പോലുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അത് നമ്മളതെല്ലാം അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹെൽമെറ്റ്, ഒരു പഴയ ഹെൽമെറ്റ്, അതെങ്ങനെ റിപ്പയർ. അതിൻ്റെ ഇടയിൽ അവിടെ ആരോ സോങ് വെച്ചു, അപ്പോൾ അത് കേട്ട് ഞങ്ങളിങ്ങനെ ഡാൻസ് ചെയ്യായിരുന്നു. അത് ഞാൻ പിന്നെ പെട്ടെന്ന് ക്യാമറയിലെടുത്തത്. ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെയും നമ്മൾ ബാക്ക് ടു വർക്ക് എന്ന് പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് നമ്മളെല്ലാം അതിൻ്റെ ആ ഒരു വൈസറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ അതിൻ്റെ ടൈറ്റ് ചെയ്യൽ കഴിഞ്ഞു പോകുന്നുണ്ട്. ടൈറ്റ് ചെയ്യൽ കഴിഞ്ഞു. ഇനി ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു. അന്ന് അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ അല്ല, അവരിങ്ങനെയൊക്കെയല്ല ഫുഡ് കഴിക്കത്തില്ല, ആഫ്രിക്കയിലല്ല. അപ്പോൾ അത് കഴിച്ചു. ഇതൊക്കെ തന്നെ കേട്ടോ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. കേരള ബിരിയാണി കിട്ടുന്നില്ല. പിന്നെയും ഇത് ഹാറ്റനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് പരിപാടിയും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾസംഖ്യ ഇങ്ങനെ കൂടി തുടങ്ങി കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്ത് അത് ക്ലീനിങ്ങും അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാം ചെയ്തു കഴിഞ്ഞു. അതാണ് നമ്മൾ ലാസ്റ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾ ഡൺ. നമുക്ക് ഇതുപോലെ ഹാറ്റക്കിൻ്റെ കോഴ്സൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കുള്ളതാണ് ഇവിടെ ഇങ്ങനെ എമർജൻസി സൈറൻ നമുക്ക് ഇതാക്കും. അതായത് എങ്ങനെ എക്സിറ്റ് ആവാം, എത്രയും പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിൻ്റെ അതൊരു ട്രെയിനിങ് പോലെ എപ്പോഴും നമുക്കതുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ സ്കൂൾ ബസ് കണ്ടപ്പോൾ എല്ലാവരും ഒരു ബീച്ചിലേക്ക് പോകുന്നുണ്ട്. അതിലേക്ക് കയറാനുള്ള പത്രക്കാരാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ അന്നിങ്ങനെ വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തു വെച്ചതാട്ടോ. പിന്നെ ഇപ്പം ഞാനതെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ ചേർക്കുന്നതിനുണ്ട്. ചുമ്മാ പോകണമെന്നില്ല, വെറുതെ എല്ലാവരും കൂടി ഒരു ഫണ്ണ് എന്നുള്ള രീതിയിൽ. ഒരു ഡ്രൈവറെ കാണാനില്ല, ഡ്രൈവറെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി വർക്കൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഒരു ഫണ്ണ് ഇതൊക്കെ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യും, മെയിൻ പരിപാടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ മടങ്ങി ജോലി കഴിഞ്ഞ റൂമിലേക്ക് എത്താറായി.